ബറോസ് ലാലേട്ടൻ്റെ ആദ്യത്തെ സംവിധാനത്തിൽ ഇറങ്ങിയ പടം ഇന്ന് കാണാനിടയുണ്ടായി. കാരണം ഞാൻ ഭയങ്കര സൂപ്പർ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. കാരണം ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു പ്രതിഭ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇത്രയും കാലം സിനിമാ ജീവിതത്തിൽ അദ്ദേഹം നേടിയെടുത്ത എക്സ്പീരിയൻസ് ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനത്തിലുള്ള ഒരു പടം. അതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. രാവിലെ മുതലേ അതിൻ്റെ റിവ്യൂസൊക്കെ കണ്ടതാണ്. മിക്സഡ് റിവ്യൂസ് ആയിരുന്നു. അപ്പം അങ്ങനെ പോയി കണ്ടു. അതിൻ്റെ റിവ്യൂ ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ മുഖത്ത് തന്നെ ഉണ്ട് അതിൻ്റെ റിവ്യൂ. ഞാൻ നല്ലൊരു സിനിമാ പ്രേമി ആയിരുന്നു പറയാൻ കാരണം പണ്ടൊക്കെ ഒരുപാട് തിയേറ്ററിൽ ആഴ്ചയിൽ പോയിരുന്നു. പിന്നെ ജീവിതത്തിൻ്റെ ചില സാഹചര്യങ്ങൾ മൂലം പിന്നെ അങ്ങനെ പടങ്ങൾ കാണുന്നില്ലായിരുന്നു. അപ്പോൾ ഇത്രയും കാലത്ത് എൻ്റെ സിനിമ തിയേറ്റർ എക്സ്പീരിയൻസിൽ ഞാൻ ആദ്യമായിട്ടൊന്ന് തിയേറ്ററിൽ നിന്ന് ഉറങ്ങി. 2-3-4 വട്ടം എൻ്റെ കണ്ണ് നന്നായിട്ട് മാളി. പിന്നെ പെട്ടെന്ന് എണീക്കും. അത് ഈ സിനിമയിലാണ് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. ബറോസ് എന്ന സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ തീരെ എൻഗേജിങ് ആക്കിയില്ല. നമ്മൾ സിനിമ കാണുമ്പോൾ നമുക്ക് ഓരോ സീന് കാണുമ്പോഴും ഈ എന്താകും അതിനുള്ള ആകാംക്ഷ, അല്ലെങ്കിൽ ആ സിനിമയിൽ നമ്മൾ ആയെന്നിറങ്ങി ആ സിനിമയിൽ നമ്മളിങ്ങനെ ഒരു ലയിച്ചു പോകുമല്ലോ, അത് ആ ഫീലിങ്സ് എനിക്ക് തീരെ കിട്ടില്ല. എനിക്ക് മാത്രമല്ല, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട്സുകൾക്കാർക്കും കിട്ടിയില്ല. അത് ഇതിൻ്റെ ബിഗ് ഒരു ഡ്രോബാക്കാണ്. അത് എന്തോ എനിക്കറിയില്ല. ചിലർ പറയുണ്ടാവും ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ള പടമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല കുട്ടികൾക്കും ഇതങ്ങനെ അത്ര സൂപ്പർ ഇഷ്ടമാവുന്നുള്ളത്. ഇങ്ങനെ ഒരു റിവ്യൂ പറയാൻ ഞാൻ തീരെ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അതെന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം ഞാനൊരു നല്ലൊരു ലാലേട്ടൻ ഫാനാണ്. പക്ഷെ എന്നിരുന്നാലും ഉള്ളത് പോലെ പറഞ്ഞല്ലോ. എന്നെ സംബന്ധിച്ചോളം ഈ പടം ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആണ്. എനിക്ക് യാതൊരുവിധ വാവ് ഫാക്ടർ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം വെച്ചാൽ ഫസ്റ്റ് ഹാഫൊക്കെ അത്യാവശ്യം ലാഗിങ് ഉണ്ട്. അപ്പോൾ സെക്കൻഡ് ഹാഫ് എങ്കിലും ഉഷാറാവുമെന്ന് ഞാൻ പുറത്തുനിന്നൊക്കെ കേട്ടു. പക്ഷേ സെക്കൻഡ് ഹാഫും ഫസ്റ്റ് ഹാഫിനെ സംബന്ധിച്ചിടത്തോളം അതേപോലെ തന്നെ ലാഗിങ് ആയിരുന്നു. പിന്നെ ആകെ ഒരു പോസിറ്റീവ് എനിക്ക് ഇതിൽ പറയാനുള്ളത് ഇതിൻ്റെ 3D എഫക്ട്സ് ആണ്. അത് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ക്വാളിറ്റി, പടത്തിൻ്റെ ക്വാളിറ്റി, അതും യാതൊരുവിധ കോംപ്രമൈസും നൽകാതെ ഇതിൻ്റെ അണിയറ പ്രവർത്തകരായാലും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താ പറയുക, പ്രേക്ഷകന് പടം നന്നായി എന്ന് പറഞ്ഞെന്നുണ്ടെങ്കിൽ ആ പടത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടണ്ടേ? ഒരാള് 4-5 വട്ടം കണ്ണുമള, അത് സെക്കൻഡ് ഷോക്കൊന്നല്ല പോയത്, ഫസ്റ്റിനാണ് പോയത്. ഏറെക്കുള്ള ഷോക്കാണ് പോയിട്ടുള്ളത്. ഞാനൊന്ന് ഉറങ്ങണ സമയമല്ല. നമുക്ക് പറയാം സെക്കൻഡ് ഷോക്കാണെങ്കിൽ നമ്മൾ ക്ഷീണം വന്നിട്ടൊക്കെ ഉറക്ക് വരാമെന്ന് പറയാം. പക്ഷെ ഇത് അങ്ങനെയല്ല, നമ്മളൊന്ന് ഉറങ്ങണ സമയത്തല്ല. അപ്പോൾ ഈ പടത്തിൻ്റെ ഒരു ഡ്രോബാക്ക് തന്നെയാണത്. കാരണം നമ്മൾ തീരെ ഒരു എൻഗേജിങ് ആവണില്ല. ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു കിട്ടിയത്. ഇങ്ങനെ റിവ്യൂ ഇടാൻ ഞാൻ യാതൊരു ആഗ്രഹവും ഇല്ല. പക്ഷെ എന്താ പറയുക, ഉള്ളതുപോലെ പറയണമെന്നുള്ളത് കൊണ്ട് തന്നെ, അതുകൊണ്ട് മാത്രം ഞാൻ ഇത് പറയാണ്. പിന്നെ ഇത് ഫാമിലിയൊക്കെ ആയിട്ട്, ക്രിസ്മസ് ഒക്കെ അല്ലേ, ഫാമിലിയൊക്കെ ആയിട്ട് കുട്ടികൾക്ക് പോയി കാണണമെങ്കിൽ പോയി കാണാം, അത്രേ പറയാനുള്ളൂ. ഓരോ സീൻ ബേസായി നോക്കുകയാണെങ്കിൽ തന്നെ ഒരു കണ്ടിന്യൂറ്റിയോ ആ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഫീലിങ്സ് കിട്ടിയില്ല. ഫീലായിരുന്നു. പിന്നെ പടത്തെ കീറി മുറിച്ച് റിവ്യൂ നടത്താൻ, പടത്തിൻ്റെ ടെക്നോളജിയും ആ ടെക്നിക്കൽ വശം നമുക്ക് അറിയാത്തതുകൊണ്ട് അതിനെപ്പറ്റി നമ്മൾ പറയുന്നില്ല. ഒരു സാധാരണ പ്രേക്ഷകൻ പോയി പടം കണ്ടു, അവനക്കത് കൺവിൻസ് ആയില്ല, അത് നിരാശപ്പെടുത്തി. ആ ഒരു തരത്തിലുള്ള റിവ്യൂ ആണ്. ആ തരത്തിലുള്ള റിവ്യൂ ആയിട്ട് നിങ്ങളിതിനെ കണ്ടാൽ മതി. അല്ലാതെ ലാലേട്ടൻ്റെ സംവിധാന മികവിനെ കുറിച്ചോ അതിൻ്റെ ടെക്നിക്കൽ പരമായ കാര്യങ്ങളെ കുറിച്ചോ 3D പരമായ കാര്യങ്ങളെ കുറിച്ചോ ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അതിനുള്ള നോളജ് നമുക്കില്ല. നമുക്കറിയാത്ത കാര്യങ്ങളെ പറ്റി നമ്മൾ സംസാരിക്കാൻ പാടില്ല. ഓക്കെ, അതാണ് നമ്മുടെ പോളിസി. പക്ഷേ ടിക്കറ്റ് 170 റുപ്യ ടിക്കറ്റ് എടുത്ത് പടം കണ്ട് ആ പടം അതിനുള്ള ഒരു റെസ്പോൺസ് നമുക്ക് കിട്ടിയിട്ടില്ല. അതേ എനിക്ക് പറയാനുള്ളൂ. ചില്ലറ ലാഗിങ് ഒന്നല്ല പടം. ഒരിക്കലും ഇത് ഞാൻ പ്രിഫർ ചെയ്യില്ല. എന്തുകൊണ്ട് വെച്ചാൽ സെക്കൻഡ് ഷോക്ക് ഇതൊരിക്കലും ഞാൻ പ്രിഫർ ചെയ്യില്ല. കാരണം നന്നായിട്ട് ഉറങ്ങാനുള്ള സാധ്യത ഒരുപാടുണ്ട്. മൈ പേഴ്സണൽ ഇത് എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണ്. ഒരിക്കലും സെക്കൻഡ് ഷോക്ക് പടം പോയി കാണരുത്. മാക്സിമം ഫസ്റ്റ് വരെ പോവാം.
കാരണം തന്നെ ഞാൻ പറഞ്ഞില്ലേ, ലാഗിങ്. ഇതൊന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു ലാലേട്ടാ. അത്രക്ക് ലാഗിങ് കൊടുക്കാൻ പാടില്ലായിരുന്നു. അതന്നെ അതിൻ്റെ ഒരു വലിയ ഡ്രോബാക്ക്. എന്തിനു പറയാം, ബറോസ് എന്ന പടം അത്രയും ഹൈപ്പ് കിട്ടിയ പടമാണ് അല്ലേ. ലാലേട്ടൻ സംവിധായകനാവുന്നു എന്ന് പറഞ്ഞ അന്ന് മുതൽ ഇതിന് ഹൈപ്പ് തുടങ്ങിയതാണ്. എന്നിട്ട് പോലും തിയേറ്റർ ഹൗസ്ഫുൾ ആയിട്ടില്ല. ഞാനിപ്പം മാർക്ക പോയി കണ്ട തിയേറ്ററാണ്, പുഷ്പ പോയി കണ്ട തിയേറ്ററാണ്, അതിലൊക്കെ ഹൗസ്ഫുള്ളായിരുന്നു. പക്ഷേ ഈ പടത്തിന് ഹൗസ്ഫുള്ളല്ല. ബാക്കിയുള്ള ഷോകളും ഞാൻ സെർച്ച് ചെയ്ത് നോക്കി ബുക്ക് മൈ ഷോയിൽ, അതും ഹൗസ്ഫുള്ളല്ല. ലാലേട്ടൻ ഫാൻസ് ഈ റിവ്യൂ കാണുന്നുണ്ടെങ്കിൽ ഇത് ഡീഗ്രേഡിങ് ആണെന്ന് വിചാരിക്കരുത്. എൻ്റെ കൂടെയുള്ളവർക്കും എന്നെ ചുറ്റിപ്പെട്ടുള്ളവർക്കും അറിയാം ഞാൻ എത്രത്തോളം ഒരു ലാലേട്ടൻ ഫാൻ ആണെന്നുള്ളത്, മനസ്സിലായില്ല. അപ്പോൾ ഒരിക്കലും ഇത് ഡീഗ്രേഡിങ് അല്ല, ഇത് സത്യസന്ധമായിട്ടുള്ള ഒരു പ്രേക്ഷകൻ, ഒരു സാധാരണ പ്രേക്ഷകൻ പടം പോയി കണ്ടു വന്നിട്ടുള്ള ഒരു സത്യസന്ധമായിട്ടുള്ള റിവ്യൂ ആണ് പറഞ്ഞത്. ആ ലാഗിങ് ഒന്ന് ഒരു പരിധി വരെ കുറച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി ആ പടം എൻഗേജിങ് ആക്കായിരുന്നു. ഏതായാലും ലാലേട്ടൻ്റെ ഒരു ആദ്യത്തെ സംവിധാനത്തിലുള്ള പടത്തെ പറ്റി ഒരു നെഗറ്റീവ് പറയേണ്ടി വന്നതിൽ വളരെ വിഷമമുണ്ട്. പോസിറ്റീവ് പറയാനായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്, പക്ഷെ അത് ഇല്ലാത്തതായതുകൊണ്ട് നെഗറ്റീവ് പറയുന്നു. പോസിറ്റീവ് ഇല്ലല്ലോ. ഒരുവിധപ്പെട്ട ഒരുപാട് മലയാളത്തിലെ മുൻനിര നടിമാരെ കൊണ്ടൊക്കെ ഡബ്ബ് ചെയ്യിച്ചിട്ടുണ്ട്. ഐ തിങ്ക് ശ്വേതാമേനൻ ഉണ്ട്, അതേമാതിരി മമത മോഹൻദാസ് ഒക്കെ ഇതിൽ ഒരുപാട് ക്യാരക്ടേഴ്സിന് ഇത് കൊടുത്തിട്ടുണ്ട്, വോയിസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അഭിനയം എല്ലാവരും ഒരു ഓക്കെ ആക്ടിങ് ആണ്. കാരണം ഒരുപാട് വിദേശ താരങ്ങളാണ് ഈ പടത്തിൽ ഒരുപാടുള്ളത്. അതുകൊണ്ട് അതൊക്കെ ഈ പടത്തിൻ്റെ ഒരു ചെറിയ ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് സംഭവം പക്ക കുട്ടികൾക്കുള്ള പടം തന്നെയാണ്. പക്ഷേ ലാലേട്ടൻ്റെ ഒരു ഫസ്റ്റ് സംവിധാനത്തിൽ ഒരു പടം വരുമ്പോൾ അത് കുട്ടികൾ മാത്രമല്ല കാണുക, മുതിർന്നവരും കാണും. പക്ഷേ കുട്ടികൾക്കായാലും ഇത് പക്ക ലാഗിങ് ആയതുകൊണ്ട് എത്രത്തോളം കൺവിൻസ് ആവുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും എങ്ങനെയായാലും പടം കളക്ഷൻ ഉണ്ടാവും, കാരണം വേൾഡ് വൈഡ് റിലീസാണ്, അതൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതാണ് സത്യാവസ്ഥ. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം. ഓക്കെ, ബൈ.